HTML ടേബിൾസിൻ്റെ സെക്കൻഡ് സെഷനാണിത്. ലാസ്റ്റ് ക്ലാസ്സിൽ HTML യൂസ് ചെയ്ത് എങ്ങനെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിളൂടെ നോക്കാം. എക്സാമ്പിളിൽ ഒരു അഡീഷണൽ കോളം കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കോളം 1-ൽ സീരിയൽ നമ്പർ, കോളം 2-ൽ റോൾ നമ്പർ, കോളം 3-ൽ നെയിം, കോളം 4-ൽ ടീം, എന്നിട്ട് താഴെയുള്ള റോസിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുന്നു. ഇതാണ് എക്സാമ്പിൾ. ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളിൽ എന്ത് ചേഞ്ചസ് ആണ് വരുത്തേണ്ടതെന്ന് നോക്കാം. ന്യൂ ടേബിളിൽ എനിക്ക് ബോർഡർ വേണം. അതുകൊണ്ട് ടേബിൾ ടാഗിനുള്ളിൽ ബോർഡർ ഈക്വൽസ് 1 ഞാൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഇനി ഫസ്റ്റ് റോയിൽ എനിക്കിവിടെ വേണ്ടത് സീരിയൽ നമ്പർ എന്നാണ്. നെക്സ്റ്റ് കോളം റോൾ നമ്പർ, തേർഡ് കോളം നെയിം. ഇനി എനിക്കൊരു അഡീഷണൽ കോളം കൂടെ വേണമെന്ന് പറഞ്ഞായിരുന്നു. സോ ഞാനിത് കോപ്പി ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്തു. ഇനി അത് ചേഞ്ച് ചെയ്യുന്നു. ടീം. സോ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഇനി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത റോയിൽ നമുക്ക് ഇതുപോലെ തന്നെ ചേഞ്ചസ് വരുത്തണം. അഡീഷണൽ ഒരു കോളം കൂടെ ആഡ് ചെയ്യാൻ വേണം. റോൾ നമ്പർ, നെയിം, നെക്സ്റ്റ് സെല്ലിൽ ഡേറ്റ എൻ്റർ ചെയ്യാനായിട്ട് TD ടാഗ്സ് യൂസ് ചെയ്യുക. ടീം റെഡ്. ഇനിയുള്ള 2 റോസിലും നമുക്ക് 4 TD ടാഗ് വേണം. അപ്പോൾ അഡീഷണൽ TD ടാഗ് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചേഞ്ചസും വരുത്തണം. ഡേറ്റ എല്ലാം എൻ്റർ ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് നോക്കാം. സോ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേബിൾ. ഇനി ഈ 1, 2, 3 എന്നുള്ളത് എനിക്ക് റോ ഹെഡിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ TD ടാഗിന് പകരം TH ടാഗ് യൂസ് ചെയ്യുക. സേവ് ചെയ്തു. ഇനി ആ ചേഞ്ച് നിങ്ങൾക്ക് കാണാം. റോ ഹെഡിങ്സ് ആയപ്പോൾ അത് സെൻറ്റർ അലൈൻമെൻറ്റിലാണ് ഡിസ്പ്ലേ ആകുന്നത്. ഇനി ഈ ടേബിളിൻ്റെ ബോർഡർ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. സോ അതിനായിട്ട് ടേബിൾ ബോർഡർ ഈക്വൽസ് 1 എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ബോർഡർ കളർ ഈക്വൽസ് വാല്യൂവും കൊടുക്കാം. ഞാൻ സേവ് ചെയ്തു. ബോർഡർ കളർ ഇപ്പോൾ ഗ്രീനായി. ഇനി ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി കോളം ഹെഡിങ്സിനും റോ ഹെഡിങ്സിനും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. അതിനായിട്ട് ഏത് റോയിലാണോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കേണ്ടത് അവിടെ BG കളർ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ എഫക്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഞാൻ റോ ഹെഡിങ്സിന് കളർ കൊടുക്കാം. ഓക്കെ.
ഇതുപോലെ റോ ഹെഡിങ്സിനും കളർ കൊടുക്കണം. അപ്പോൾ ഏത് സെല്ലിലാണോ നിങ്ങൾക്ക് കളർ വേണ്ടത് ആ സെല്ലിൻ്റെ ടാഗിനുള്ളിൽ BG കളർ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. അപ്പോൾ 1 എന്നുള്ളടത്ത് TD ടാഗ് TH ടാഗായിട്ട് ചേഞ്ച് ചെയ്തപ്പം ഇങ്ങനെയൊരു മിസ്റ്റേക്ക് വന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, കറക്റ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സെല്ല് സേവ് ചെയ്തു. റിസൾട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ കോളം ഹെഡിങ്സിനും റോ ഹെഡിങ്സിനും ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ ഒരു ടേബിളിന് മൊത്തത്തിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഇതുപോലെ ഏതെങ്കിലും പെർട്ടിക്കുലർ സെൽസിന് മാത്രമായിട്ടും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. എല്ലാത്തിനും BG കളർ ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ടേബിളിലെ ഡേറ്റ എല്ലാം ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. എനിക്ക് എല്ലാം സെൻറ്ററിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അലൈൻ എന്നുള്ള ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓരോ സെല്ലിനും അലൈൻമെൻറ്റ് കൊടുക്കാനായിട്ട് TD ടാഗിനുള്ളിലാണ് അലൈൻ ആട്രിബ്യൂട്ട് കൊടുക്കേണ്ടത്. ഇനി ഒരു കംപ്ലീറ്റ് റോ എനിക്ക് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് അതാത് TR ടാഗിനുള്ളിൽ അലൈൻ ആട്രിബ്യൂട്ടും അതിൻ്റെ വാല്യൂവും കൊടുക്കുക. അലൈൻ ഈക്വൽ സെൻറ്റർന്ന് ഞാൻ ഈ ഫസ്റ്റ് റോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ചേഞ്ച് നോക്കാം. ഓക്കെ, സെൻറ്റർ അലൈൻഡ് ആയി. ഇതുപോലെ താഴെ കാണുന്ന 2 റോസും കൂടെ സെൻറ്റർ അലൈൻഡ് ആക്കാം. സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടേബിളിൽ കണ്ടൻസ് എല്ലാം തന്നെ സെൻറ്റർ അലൈൻഡായി. ഇനി ടേബിൾ ടാഗിനുള്ളിൽ അലൈൻ ഈക്വൽ സെൻറ്റർ കൊടുത്താൽ എങ്ങനെ വരും നോക്കാം. ഇതുപോലെ ടേബിളും നമുക്ക് സെൻറ്ററിൽ കൊണ്ടുവരാം, ലെഫ്റ്റിൽ കൊണ്ടുവരാം, റൈറ്റിൽ കൊണ്ടുപോകാം. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് സെൽ സ്പേസിങ് ആൻഡ് സെൽഫ് ആഡിങ്. സെല്ലുകൾക്കിടയിലുള്ള സ്പേസ് നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് സെൽ സ്പേസിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതേസമയം സെൽ ബോർഡറും കണ്ടൻറ്റിനും ഇടയിലുള്ള സ്പേസാണ് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടതെങ്കിൽ അതിന് സെൽ പാഡിങ് ഉപയോഗിക്കും. അപ്പോൾ ഒരു സെല്ലിനുള്ളിൽ നമുക്ക് സ്പേസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെൽ പാഡിംഗ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് രണ്ടും നമ്മൾ പിക്സൽസിലാണ് വാല്യൂ കാണിക്കുന്നത്. ടേബിൾ ടാഗിനുള്ളിൽ സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും വാല്യൂസ് കൊടുക്കുന്നത് കാണിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് വാല്യൂസ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തൽക്കാലം 5 and 7 എന്നാണ് വാല്യൂസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് പിക്സൽസിലെ വാല്യൂസ് എത്ര വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്തതിന് ശേഷമുള്ള ചേഞ്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി മെർജിങ് കോളംസ് ആൻഡ് റോസ്. ചില കേസസിൽ കോളംസും റോസും ഒക്കെ നമുക്ക് ചിലപ്പോൾ മെർജ് ചെയ്യേണ്ടി വരും. അതിനായിട്ട് കോൾസ്പാൻ ആൻഡ് റോസ്പാൻ ആട്രിബ്യൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്.
2 or more കോളംസ് മെർജ് ചെയ്യാനായിട്ട് കോൾസ്പാൻ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. 2 or more റോസ് മെർജ് ചെയ്യാനായിട്ട് റോസ്പാൻ ആട്രിബ്യൂട്ടും യൂസ് ചെയ്യും. ഇവിടെ മെർജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും നിങ്ങൾക്ക് ഈ 2 ആട്രിബ്യൂട്ട്സ് മനസ്സിലാകാൻ വേണ്ടി ഞാനിവിടെ മെർജിങ് നടത്താൻ പോവാം. ഹെൻറിയും ജോണും റെഡ് ടീമിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കോമൺ ആയിട്ട് എനിക്കിവിടെ റെഡ് എന്ന് മെർജ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ 2 സെൽസാണ് എനിക്ക് മെർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 റോസ് മെർജ് ചെയ്യേണ്ടത് കൊണ്ട് റോസ്പാൻ ആട്രിബ്യൂട്ടാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്. നോക്കാം. റെഡ് എന്നുള്ളിടത്താണ് എനിക്ക് മെർജ് ചെയ്യേണ്ടത്. അപ്പോൾ TD ടാഗിനുള്ളിൽ റോസ്പാൻ ആട്രിബ്യൂട്ട് കൊടുക്കുക. ഇനി 2 സെൽസ് അല്ലേ എനിക്ക് മെർജ് ചെയ്യേണ്ടത്, അതായത് 2 റോസ് അല്ലേ എനിക്ക് മെർജ് ചെയ്യേണ്ടത്. അപ്പോൾ 2 എന്ന് വാല്യൂ കൊടുക്കുക. ഇനി ഈ ബ്ലൂ എന്നുള്ള ഈ സെല്ലിൻ്റെ നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ടേബിൾ വ്യൂ ചെയ്യാം. ഓക്കെ. ഇനി കോൾസ്പാൻ മനസ്സിലാക്കാനായിട്ട് ഈ 31003 പീറ്റർ ഗ്രീൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഈ ഡേറ്റ എല്ലാം കൂടെ മെർജ് ചെയ്ത് ജസ്റ്റ് 3 എന്ന് മാത്രം കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ 4 കോളംസ് ആണ് നമുക്ക് മെർജ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എവിടെയാണോ മെർജ് ചെയ്യേണ്ടത് അവിടെ കോൾസ്പാൻ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. വാല്യൂ 4 കോളംസ് അല്ലേ. സോ താഴെ കാണുന്ന ഈ TD ടാഗ്സിൻ്റെ ഒന്നും ആവശ്യം നമുക്കിനി ഇല്ല. സേവ് ചെയ്തിട്ട് റിസൾട്ട് നോക്കുക. അപ്പോൾ റോസ്പാൻ ആട്രിബ്യൂട്ടും കോൾസ്പാൻ ആട്രിബ്യൂട്ടും യൂസ് ചെയ്യാൻ പഠിച്ചു. ഇനി ടേബിൾ ക്യാപ്ഷൻ. ടേബിളിൻ്റെ ക്യാപ്ഷൻ അല്ലെങ്കിൽ ടൈറ്റിൽ ക്യാപ്ഷൻ ടാഗ്സിനുള്ളിലാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് സെഷനിൽ ക്യാപ്ഷൻ ടാഗിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ടേബിൾ ടാഗ് കഴിഞ്ഞ് ക്യാപ്ഷൻ ടാഗ്, ടേബിൾ ടൈറ്റിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ക്യാപ്ഷൻ ഇവിടെ ടേബിളിൻ്റെ മുകളിൽ വന്നു. ഇനി നെസ്റ്റിംഗ് ടേബിൾസ്. ഒരു ടേബിളിനുള്ളിൽ മറ്റൊരു ടേബിൾ അറേഞ്ച് ചെയ്യുന്നതിനാണ് നെസ്റ്റിംഗ് ടേബിൾസ് എന്ന് പറയുന്നത്. ഇതോടെ ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ടാഗ്സും അറിഞ്ഞിരിക്കേണ്ട ആട്രിബ്യൂട്ട്സ് എല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. താങ്ക് യു.